ഹലോ, നല്ല നമസ്കാരം. രാംചരണിന്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള പെദ്ദി, വിച്ചു പാപ്പു നായസാനയുടെ സംവിധാനത്തിൽ രാംചരൺ, ജാൻവി കപൂർ ഒന്നിക്കുന്ന ഈ ചിത്രം ശരിക്കും പ്രതീക്ഷകൾ കാത്തോ? രംഗസ്ഥലത്തെ വെല്ലുന്ന പ്രകടനമാണോ രാംചരൺ ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്? നമുക്ക് നോക്കാം. ഇതൊരു സാധാരണ കൊമേഴ്ഷ്യൽ സിനിമയല്ല, മറിച്ച് ഒരു പക്ക റൂറൽ മൾട്ടി സ്പോർട്സ് ഡ്രാമയാണ്. ഉത്തരാന്ധ്രയിലെ ഒരു ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കഥ നടക്കുന്നത്. സ്വന്തം ഗ്രാമത്തിന് ഒരു ഐഡന്റിറ്റിയും അതോടൊപ്പം തന്നെ അംഗീകാരവും നേടിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പെദ്ദി എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ പോരാട്ടമാണ് ഈ ചിത്രം പറയുന്നത്. ക്രിക്കറ്റ്, ഗുസ്തി തുടങ്ങിയ പല കായിക ഇനങ്ങളിലും അവർ മത്സരിക്കുന്നുണ്ട്. 2016 നടന്ന ചില യഥാർത്ഥ സംഭവങ്ങളെ പ്രശസ്തനായിട്ടുള്ള ഗുസ്തിക്കാരൻ കോടി രാമമൂർത്തി നായിഡുവിന്റെ ജീവിതത്തെയും ആസ്പദമാക്കിയാണ് ഈ കഥ ഒരുക്കിയിരിക്കുന്നത്. സ്പോർട്സ് അതോറിറ്റിയുടെ ഒരു അന്വേഷണത്തിലൂടെയാണ്, ഫ്ലാഷ് ബാക്ക് രൂപത്തിലാണ് നമ്മൾ ഈ സിനിമയിലേക്ക് കടക്കുന്നത്. ഇനി ഈ സിനിമയുടെ പ്ലസ് പോയിന്റുകളെ കുറിച്ച് പറയുമ്പോൾ, ഒന്നാമത്തെ കാര്യം രാംചരൺ തന്നെയാണ്. രാംചരന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് നമ്മൾ പെദ്ദിയിൽ കാണുന്നത്. 3 വ്യത്യസ്തമായിട്ടുള്ള ബോഡി ലാംഗ്വേജുകളാണ് അദ്ദേഹം ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ ഗുസ്തി രംഗങ്ങളിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ കിട്ടില്ല എന്ന് വെച്ചാൽ കിട്ടില്ല ആയിട്ട് തോന്നുന്നു. രണ്ടാമത്തെ ഹൈലൈറ്റ് എ റഹ്മാനാണ്. ഈ സിനിമയിലെ രണ്ടാമത്തെ ഹീറോ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന അത് എ റഹ്മാനെ തന്നെയാണ്. ആ പശ്ചാത്തല സംഗീതം, പ്രത്യേകിച്ച് ആ ഒരു ഡോൾബി അറ്റ്മോസ്ഫിയറിൽ കേൾക്കുമ്പോൾ ഓരോ സീനുകൾക്കും നമുക്ക് ഒരുപാട് ഗൂസ് ബംസ് വരും. പിന്നെ മൂന്നാമത്തെ കാര്യം ഇതിന്റെ സംവിധാനവും തിരക്കഥയുമാണ്. അതുപോലെ തന്നെ അതിഥി വേഷത്തിലെത്തിയ നമ്മുടെ ശിവരാജ് കുമാർ, അതോടൊപ്പം തന്നെ ജഗപതി ബാബു, ഭോപ്പാൽ ഇറാനി, അവരുടെയൊക്കെ റോള് അവർ ഗംഭീരമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതില് തിയേറ്ററിൽ ഇരുന്നപ്പോൾ കിട്ടിയ ഒരുപാട് കിടില മൂവ്മെന്റ്സ് ഉണ്ട്. എനിക്ക് ഈ സിനിമയിലെ തിയേറ്ററിനെ പൂരപ്പുറപ്പാക്കാൻ പറ്റുന്ന, കാണാത്തവർ കാണുന്നത് നല്ലതാണ്, ഒരുപാട് സാധനം. പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഇന്റർവെല്ലിന് മുമ്പുള്ള ഒരു 45 മിനിറ്റ് നമ്മളെ ശരിക്കും സീറ്റ് അടിച്ച് നൽകുന്ന ഗൂസ് ബംസ് തരുന്ന ഒരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ അവസാനത്തെ ഒരു 40-50 മിനിറ്റ് നമ്മുടെ കണ്ണ് നനയിപ്പിക്കുന്ന ഇമോഷൻ ആയിട്ടുള്ള കുറെ ആ ഒരു സാധനം, ക്ലൈമാക്സ്. ഇതിനു പുറമെ ചിത്രത്തിലെ ആ ക്രിക്കറ്റ് മാച്ചും ഗുസ്തി രംഗങ്ങളും ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സീനുകളൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ അവർ സ്ക്രീനിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ആ സിനിമ ഒരു 100% പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ചില പോരായ്മകളും ഇതിൽ ഉണ്ട് താനും. ഫസ്റ്റ് എനിക്ക് തോന്നിയത് നായികയുടെ റോളാണ്. ആ സിനിമയിൽ ഏറ്റവും നെഗറ്റീവ് ജാൻവി കപൂറിന്റെ കഥാപാത്രം തന്നെയാണ്. സിനിമയുടെ പ്രധാനമായ കഥയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, വെറുതെ ഗ്ലാമർ കാണിക്കാൻ വേണ്ടി മാത്രം കുത്തിത്തിരികിയ ഒരു റോളായിട്ടാണ് എനിക്ക് തോന്നിയത്. തേവര സിനിമയിലെ അതേ പാറ്റേൺ തന്നെയാണ് ഇവിടെയും എനിക്ക് തോന്നിയിരിക്കുന്നത്. കൂടാതെ ഇതിൽ നായകൻ നായികയെ അവരുടെ അനുമതി ഇല്ലാതെ ചുംബിക്കുന്ന ആ ഒരു രംഗമുണ്ടല്ലോ, ഇന്നത്തെ കാലത്ത് പിന്നെ അത് സമൂഹം അംഗീകരിക്കത്തില്ല എന്നുള്ളതാണ്. ഈ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് ഇത്തരം സീനുകൾ നൽകുന്നത്? അത് തീർച്ചയായും ഒഴിവാക്കേണ്ട ഒരു സാധനമായിരുന്നു. അതോടൊപ്പം തന്നെ ദുർബലനായിട്ടുള്ള നമ്മുടെ വില്ലൻ, ഒരു മികച്ച സ്പോർട്സ് ഡ്രാമ വിജയിക്കണമെങ്കിൽ നായകന് സമാനമായിട്ടുള്ള ഒരു എതിരാളി വേണം. എന്നാൽ ഈ സിനിമയിലെ വില്ലൻ കഥാപാത്രത്തിന് യാതൊരു ഡെപ്തും നൽകുന്നില്ല എന്നുള്ളതാണ്. വില്ലൻ ദുർബലമായി തന്നെ പോവുകയാണ്. ഹീറോയിസം കാണിക്കണമെങ്കിൽ പോലും വില്ലൻ സ്ട്രോങ് ആയിരിക്കണം. പലയിടത്തും അത് കിട്ടുന്നില്ല. പിന്നെ രണ്ടാം പകുതിയിൽ ആ ഒരു ഇഴച്ചല്, എഡിറ്റിംഗ് പ്രശ്നം, ആദ്യ പകുതിയിൽ നൽകുന്ന അതേ ഒരു ആവേശം രണ്ടാം പകുതിയിൽ നിലനിർത്താൻ സിനിമയ്ക്ക് കഴിയുന്നില്ല. പലയിടത്തും സിനിമ വല്ലാതെ ഇഴഞ്ഞു നീങ്ങുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ എഡിറ്റിങ്ങിലെ വലിയൊരു പാഴി ചെയ്യുന്നത് പറയുന്നത് പിന്നെ നടൻ ദിവ്യേന്ദു അവതരിപ്പിക്കുന്ന ആ ഒരു കഥാപാത്രം എവിടെയോ വച്ച് മുറിഞ്ഞു പോകുന്നു, അപ്രത്യക്ഷമായി പോണ്. പല സീനുകളും എഡിറ്റ് ചെയ്ത് വെട്ടി മാറ്റിയത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ VFX, സിനിമയുടെ വിഷ്വൽ ചിലയിടങ്ങളിൽ ഗംഭീരമാണെങ്കിലും ചില റെയിൽവേയുടെ ആ ട്രാക്ക് രംഗങ്ങൾ കണ്ടാൽ സ്റ്റുഡിയോയിൽ സെറ്റിട്ട് എടുത്തതാണെന്ന് വളരെയധികം പെട്ടെന്ന് തന്നെ പിടികിട്ടും. VFX കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കിടിലമാക്കാമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ തോന്നിയത്, ഈ പത്രം വായിക്കുന്നവന് ഹെഡിങ് മാത്രം കണ്ടാൽ അറിയാം അതിനകത്തുള്ള വാർത്ത എന്താണെന്ന്. അന്ന് പറയും പോലെ സ്പോർട്സ് സിനിമ ആയതുകൊണ്ട് ഇതില് എന്താണ് കഥ, എന്താണെന്നും സംഭവിക്കാൻ പോകുന്നതെന്നും ഒക്കെ വളരെയധികം പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഈ സിനിമയുടെ പോക്കും. അങ്ങനെയാണ്. അതൊരു വലിയൊരു പോരായ്മയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ വലിയൊരു സർപ്രൈസ് ആകേണ്ടിയിരുന്ന ചില രംഗങ്ങളിൽ പിന്നെ ഇതിൽ പല രംഗങ്ങളും
പിന്നെ റീൽസിലൊക്കെ വന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ വന്നതുകൊണ്ട് ആ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ അത് ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ പാട്ടുകളുടെ ആ ഒരു പ്ലേസിങ്, പല സ്ഥലത്തും പാട്ടുകൾ വെറുതെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പലയിടത്തും കയറ്റിപ്പോയി. ഇമോഷണലായിട്ട് കഥ പോകുന്നതിന് ഇടയിൽ ആവശ്യമില്ലാതെ ഒരു ഐറ്റം ഡാൻസ് ഒക്കെ കയറി വന്നു പോകുന്നുണ്ട്. അതൊക്കെ ആ ഒരു സിനിമയുടെ ആ ഒരു ഫ്ലോയെ ഇല്ലാതാക്കുന്നു. കൂടാതെ ഒന്നോ രണ്ടോ സീനുകളിൽ അനാവശ്യമായിട്ടുള്ള എന്താ പറയുന്നത് ഡബിൾ മീനിങ് ഈ സിനിമയ്ക്കകത്തുണ്ട്. അത് അശ്ലീലമാണോ എന്ന് ചോദിച്ചാൽ കുടുംബത്തോടൊപ്പം കാണുമ്പോൾ കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ചില ഡയലോഗുകളാണ് അത് വന്നിട്ടുള്ളത്. ചുരുക്കത്തിൽ പെദ്ദി എന്ന് പറയുന്ന സിനിമ മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. മികച്ച ഒരു അനുഭവം തന്നെയാണ്. പിന്നെ ഒരുപാട് പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും രാംചരന്റെ ഗംഭീര പ്രകടനവും അതോടൊപ്പം തന്നെ റഹ്മാന്റെ ബീജിയും ഒക്കെ കിടിലൻ മൂവ്മെന്റും അതോടൊപ്പം തന്നെ കിടിലൻ ഒരു സന്ദേശവും ഒക്കെ നൽകുന്ന ഒരു നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഒരു 3.5 കൊടുക്കുന്ന റേറ്റിംഗ് കൊടുക്കുന്ന ഒരു സിനിമയാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ ദയവായി കമന്റ് ചെയ്യൂ. താങ്ക്